വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൻ. ഇന്നൊരു ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്, പക്ഷേ അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി വളരെ മിനിമൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഈ റൈസ് ഞാൻ എടുത്തിട്ടുള്ളത് പുഴുങ്ങലരിയാണ്, വേവ് കുറഞ്ഞിട്ടുള്ള പുഴുങ്ങലരിയാണ്. പക്ഷേ ചോറ് ഒട്ടും ചെയ്തിട്ട് നല്ലപോലെ തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ നെയ്യ് ആഡ് ചെയ്യുന്നില്ല. ബീഫ് തന്നെ ഓൾറെഡി നെയ്യ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ല. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. ബീഫ് വേവിക്കാനായിട്ട് കുക്കർ നല്ല ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് മസാല റെഡിയാക്കണം. അതിനായിട്ട് എണ്ണ, ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വലിയൊരു കഷ്ണം കറുവപ്പട്ട, ഏകദേശം ഒരു 2 ഇഞ്ചോളം നീളമുണ്ട്, 8 ഏലക്കായ, 8 ഗ്രാമ്പു, ഗരം മസാലയിൽ ഇത് 3 മാത്രമാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് കനം കുറച്ചരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അടർത്തിയിട്ടാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. സവാള ഇനി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. സവാള നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. ഉള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി നന്നായി മൂത്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പച്ചമുളക് നമ്മൾ ക്രഷ് ചെയ്തിട്ടില്ല, നെടുകെ പിളർന്നിട്ടേ ഉള്ളൂ, 4 എണ്ണം. ഇത് നല്ല എരിവുള്ളതാണ്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാല വെന്ത വെള്ളത്തിലാണ് ചോറ് വയ്ക്കാൻ, അതുകൊണ്ട് തന്നെ ചോറിലേക്കും കുറച്ച് മഞ്ഞ കളർ കിട്ടണം. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുക്കുന്നത്. മസാലയിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ. മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി കൂട്ടിയ ശേഷം വേണം ബീഫ് ചേർക്കാൻ. ഈ ബീഫിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ബീഫ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി 1/2 കപ്പ് തൈരും കൂടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ, 1/2 കപ്പ് ഉണ്ടാവും. ഇപ്പോൾ പകുതി ചേർക്കുന്നുണ്ട്, ബാക്കി പകുതി ചോറ് ചേർക്കുന്ന സമയത്ത് ചേർക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം.
സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ഇട്ടു. ഇനി ആദ്യത്തെ വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ നേരം വേവിക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ബീഫിൻ്റെ മൂപ്പിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല മൂപ്പുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റോളം വേവിക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റിലും നന്നായി വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇതെന്തായാലും അരമണിക്കൂർ നേരത്തേക്കാണ് വേവിക്കുന്നത്. ആദ്യത്തെ വിസിൽ വന്ന ശേഷം അരമണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് സ്റ്റീമെല്ലാം പോയി നിൽക്കുന്നതാണ്. നമുക്കിത് തുറന്ന് നോക്കാം. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റോക്കിലാണ് അരി വേവിക്കുന്നത്. അരി വേവാനായിട്ട് ഇത്രയും വെള്ളം മതിയാകൂല. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ബീഫെല്ലാം അങ്ങ് മാറ്റിയെടുക്കണം. അപ്പോൾ അരി വേവാനുള്ള വെള്ളം ഈ ബീഫിലേക്ക് തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ബീഫിൽ പിടിച്ചിട്ടുള്ള മസാല എല്ലാം ഇറങ്ങും. അതോടുകൂടി ബീഫിൻ്റെ ടേസ്റ്റ് കുറയുകയും ചെയ്യും. ഇതിനി എത്ര കപ്പ് വെള്ളം ഉണ്ടെന്നൊന്ന് മെഷർ ചെയ്യണം. അതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് 2 കപ്പ് വെള്ളമാണുള്ളത്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി 2 കപ്പ് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. വെള്ളം നന്നായി തിളച്ച ശേഷം വേണം അരിയിടാനായിട്ട്. ഇന്നത്തെ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് പുഴുങ്ങലരി യൂസ് ചെയ്തിട്ടാണ്. വേവ് കുറഞ്ഞ പുഴുങ്ങലരിയാണ്. നന്നായി കഴുകി അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരി അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തതാണിത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞേക്കാം. അതൊന്ന് തിളച്ച് വരുന്നിട്ട് വേണം നമുക്ക് ബീഫ് തിരിച്ച് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാൻ. വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ബീഫ്. ഇനി കുക്കർ അടച്ചു വെച്ച് ചോറ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ വിസിൽ വന്ന് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലും കൂടെ വേവിച്ച് സ്റ്റവ് ഓഫ് ചെയ്യണം. കുക്കർ അടച്ച് വെച്ച് ആദ്യത്തെ വിസിൽ വന്ന് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വേവിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണ്. നമുക്കിത് തുറന്ന് നോക്കാം. ഒരു കപ്പ് അരിയിലേക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഒട്ടും അധികമായിട്ടില്ല, ഒട്ടും കുറഞ്ഞിട്ടുമില്ല. നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തതാണ്. പിന്നെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ബീഫിൽ തന്നെ അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇനി എക്സ്ട്രാ നെയ്യ് ആഡ് ചെയ്യുന്നില്ല. നെയ്യ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് നമ്മളൊരു ബഡ്ജറ്റ് ബിരിയാണി എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇത് ചൂടോടെ തന്നെ നമുക്ക് തൈര്, ചട്നി, സലാഡെല്ലാം കൂട്ടിയിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരുപാട് ബിരിയാണി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പലതരത്തിലുള്ള ചോറുകളുടെ റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.